ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഷൊർണൂരിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും നടത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല ദർശനത്തിൽ നിയമലംഘനം നടന്നെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ആലത്തൂർ ഡിവൈഎസ്പി മനോജ് കുമാറിനെതിരെ ബിജെപി പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച് ടൗൺ ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് അവസാനിച്ചു. നിയമപാലകർ പാലിക്കേണ്ട എല്ലാ ചട്ടങ്ങളും ലംഘിച്ച ഡിവൈഎസ്പിയെ പുറത്താക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. ജില്ലാ ഉപാധ്യക്ഷൻ ഇ.പി. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു ഡിവൈഎസ്പി അദ്ദേഹം ഒരു പാർട്ടിക്കാരനായി മാറി എന്നത് അത് നമുക്ക് ഒരു കാരണവശാലും പൊറുക്കാനുള്ളതല്ല. നമുക്ക് കേട്ടിട്ടുണ്ട്, പണ്ട് ബാലരമയിൽ വന്നൊരു കഥ നമുക്കറിയാം. ഒരു നീലക്കുറുക്കന്റെ കുറുക്കൻ, ആ കുറുക്കൻ നായ്ക്കളുടെ കൂടെ പോയത്, നായ്ക്കൾ അവരുടെ കൂട്ടത്തിൽ കൂടാൻ വേണ്ടി നീല പെയിന്റ് അടിച്ചു പോയി. രാത്രി കാലത്ത് തന്റെ എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും വിട്ടുകൊണ്ട് കുറുക്കൻ ഓരിയിട്ട കഥ നമുക്കറിയാം. ഒരു നിമിഷം കുറുക്കൻ താൻ നീല പെയിന്റ് അടിച്ച കാര്യം മറന്നുപോയി. ആ തരത്തിലാണ് ഒരു നീലക്കുറുക്കനായി ഡിവൈഎസ്പി മാറി. താൻ അണിഞ്ഞിരിക്കുന്നത് കാക്കിയാണ്, താൻ അണിഞ്ഞിരിക്കുന്നത് ഒരു പാർട്ടിക്കാരനല്ല. താൻ പണ്ട് കാലങ്ങളിൽ ഡിവൈഎഫ്ഐയിലും എസ്എഫ്ഐയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അതേ ഒരു മനോഭാവത്തിലാണ് ഷൊർണൂർ ഡിവൈഎസ്പി നടക്കുന്നത്. ഒരു നിമിഷം താൻ ഡിവൈഎസ്പി ആണെന്ന ബോധം വിട്ടിരിക്കുന്നു. നമ്മൾ ആലോചിക്കണ്ടേ, എങ്ങനെയാണ് ഇയാളുടെ അടുത്തേക്ക് സാധാരണക്കാരായ നാട്ടുകാർ പോകുക? ജില്ലാ സെക്രട്ടറി കെ പ്രസാദ്, മണ്ഡലം അധ്യക്ഷൻ ആർ രഞ്ജിത്ത്, ജനറൽ സെക്രട്ടറി എ ഗോപകുമാർ, കുളപ്പുള്ളി ഏരിയ അധ്യക്ഷൻ മനോജ് ആറാണി, ഷൊർണൂർ ഏരിയ അധ്യക്ഷൻ ഹരീഷ്, ജില്ലാ കമ്മിറ്റി അംഗം സതീഷ് നമ്പ്യാർ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ്, ഒബിസി മോർച്ച മണ്ഡലം അധ്യക്ഷൻ കെ ടി രവിദാസ്, ഒബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുകുട്ടൻ, ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ രാജേഷ് വെള്ളോത്ത്, കെ നാരായണൻ, കൃഷ്ണദാസ് കണയം തുടങ്ങിയവർ നേതൃത്വം നൽകി.